ഇത് നടന്നിരിക്കണം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് തരാം. സാറിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അത് മാഡം, തനിക്ക് അതിന്റെ ഗുണം ഉണ്ടാകും സാറേ. എന്നാലും മാഡം, ഒരു മാഡവും ഇല്ല. അമ്മ വൈകിയത് മറ്റൊന്നും കൊണ്ടല്ലമ്മേ. അമ്മയുടെ മൂത്ത മോള് എന്റെ ചേച്ചി ഐശ്വര്യ ലക്ഷ്മി ചില ഉപദേശങ്ങൾ തന്നോണ്ടിരുന്നതാ. അനിയത്തി പഠിച്ച് വലിയ പേരെടുത്തൊരു വക്കീലാവണമെന്നാ ഉപദേശിച്ചത്. എന്താ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? അപ്പൊ മോൾ എന്താണെന്ന് 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അനിയത്തിക്ക് ചേച്ചി ഐശ്വര്യലക്ഷ്മി മാഡം വക ഉപദേശം, പഠിക്കാൻ പോരുതെന്ന്. ശേഷിച്ച കാലം അത്രയും ഇവിടുത്തെ അടുക്കള പണിയെടുത്ത് ജീവിച്ചാ മതിയെന്ന്. ഇതൊന്നും കേട്ടിട്ട് കല്യാണിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ജന്മം തന്ന അച്ഛനെ അമ്മയും തള്ളി പറഞ്ഞു. പിന്നെ അനിയത്തിയായ എന്നെ തള്ളിപ്പറയാനാണോ പാട്? അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഈ കല്യാണി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പഠിക്കുന്നതേ പഠിച്ച് വലിയ പത്രാസുകാരിയാവാനൊന്നുമല്ല, എന്റെ അച്ഛന് വേണ്ടി വാദിക്കാനാ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛന് വേണ്ടി ഞാൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങും. ഏത് നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്നും ഈ കല്യാണി നിരപരാധിയായി എന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരും. അതിനാ ഞാൻ പഠിക്കാൻ പോകുന്നത്. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാൻ നിൽക്കണ്ട കേട്ടോ. യെസ് യുവർ ഓണർ. ഈ ഇരിക്കുന്ന നിങ്ങളുടെ കക്ഷിക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളതാ. അതുകൊണ്ട് നമുക്കിപ്പോ ഉറങ്ങാം. ഹലോ, ഞങ്ങൾ 9 മണിക്ക് മുൻപ് അങ്ങെത്തും. ഇപ്പൊ സർവീസ് റോഡിലാ. ശരി. മാഡം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ 5 ഇയർ LLB കോഴ്സിന്റെ അഡ്മിഷനാ. അതെ, അതായത് കുട്ടി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. എൻട്രൻസിന്റെ മാർക്ക് ഒരു വലിയ വിഷയമല്ല. റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതിനുശേഷം പേരിന് ഞങ്ങളൊരു ടെസ്റ്റ് നടത്തും, പിന്നൊരു ഇന്റർവ്യൂ. ഇത്രയും മാത്രമാണ് പ്രോസസ്. പിന്നെ അറിയാമല്ലോ, കുറെ സീറ്റുകൾ അക്കാദമിയിൽ റെക്കമെൻഡേഷനിലാ പോകുന്നത്. ഈ നാട്ടിൽ മാഡം വിചാരിച്ചാൽ കിട്ടാത്ത സീറ്റാണോ? മാഡത്തിനോടായതുകൊണ്ട് മാത്രം പറയാം. ഏറ്റവും വലിയ തമാശയെന്ന് പറഞ്ഞാൽ ചില വർഷങ്ങളിൽ സീറ്റ് ഫില്ലാകാറില്ല എന്നുള്ളതാ. കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുത്തിട്ടേ അവര് മാറി വേറെ വല്ല ജോലി സാധ്യതയുള്ള ഏതെങ്കിലും കോഴ്സിലേക്ക് പോകും. പക്ഷെ ഇപ്പൊ അഡ്മിഷൻ സമയം. മാഡത്തിന്റെ നമ്പർ ഒന്ന് തന്നാ ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാം. ഞാൻ വന്നത് LLBയുടെ അഡ്മിഷന് വേണ്ടിയല്ല. പിന്നെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയാ. മാഡം, അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാഡം അത് വലിയ വിഷയമാവും. എൻട്രൻസ് എക്സാമിൽ ഈ പറയുന്ന കുട്ടി റാങ്കോട് കൂടിയ സ്ഥാനത്തേക്കാണ് വരുന്നതെങ്കിൽ
തന്നെയുമല്ല, ഈ വിവരാവകാശ നിയമമൊക്കെ കിടക്കുമ്പോ ഒരു വിഷയവും വരില്ല. ആപ്ലിക്കേഷനിലെ അപാകത റിജക്ട് ചെയ്യുന്നു. ഇത് നടന്നിരിക്കണം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് തരാം. സാറിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അത് മാഡം. തനിക്ക് അതിന്റെ ഗുണം ഉണ്ടാകും സാറേ. എന്നാലും മാഡം, ഒരു മാഡവും ഇല്ല. പറഞ്ഞതനുസരിച്ച് ഗുണം ഉണ്ടാക്കാൻ നോക്ക് സാറേ. അല്ല, എനിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ. ആ ദേ നിൽക്കുന്നു. ശിവദാസ, അങ്ങനെ വീണ്ടും ശിവദാസൻ ഇരുമ്പഴിക്കുള്ളിലായി അല്ലേ? ഹോസ്പിറ്റലിൽ വന്ന് എന്റെ സുഖവിവരം തിരക്കി പോയതല്ലേ നീ? പിന്നെന്താ ഇവിടെ? ഞാൻ ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് നരയിക്കുന്നത് കാണാനോ? ശിവദാസ, ഈ കാഴ്ച ഞാൻ പലവട്ടം മനസ്സിൽ നേരിട്ടും കണ്ടു കഴിഞ്ഞു. കൗതുകം നഷ്ടപ്പെട്ട കാഴ്ചകൾക്ക് എനിക്ക് താല്പര്യമില്ല. ഓ, നീ പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനാണല്ലോ. അതുകൊണ്ടാണല്ലോ തമ്പുരാനെയും തമ്പുരാട്ടിയെയും കൊല്ലാൻ നീ ഫോസ്ഫറസ് ഉപയോഗിച്ചത്. ശിവദാസ, വേണ്ട. ഞാനിപ്പോ വന്നത് ശിവദാസനോട് എന്നോടൊപ്പം നിൽക്കാൻ പറയാന്. ഒരു സന്ധി. യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാ സന്ധി. ഓ, സന്ധി. ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ തീർത്ത് കിട്ടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നീ ഇവിടെ എന്നെ തേടി വന്നത്. ഇതിന്റെ പേരാണോ സന്ധി? ഓ, രക്ഷകരായിട്ട് പുതിയ അവതാരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ഭഗവാനും പിന്നെ ഒരു ഇളയ തമ്പുരാട്ടിയും. അവരുടെ സംരക്ഷണയിൽ എന്നും ശിവദാസന് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താൻ എന്റെ കൂടെ നിൽക്ക്. എന്നിട്ട് ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൊട്ടാരത്തിലെ മണിമാല എനിക്ക് തന്നേക്ക്. ഇല്ലെങ്കിൽ ഈ ജയിലിന്റെ കവാടം കടന്ന് പുറത്തിറങ്ങുന്ന ശിവദാസന് ജീവശ്വാസം എടുക്കാനുള്ള ശേഷി മാത്രം കാണില്ല. മൂക്കിന്റെ ദ്വാരം പഞ്ഞി വെച്ചടച്ച നിലയിലായിരിക്കും. ശിവദാസ, ആരെ ഈ വൈദേഹി തമ്പുരാട്ടി? എന്താ അവരുടെ ആഗമന ഉദ്ദേശം? നരി, ഈ വൈദേഹി തമ്പുരാട്ടിയുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റൊന്നറിയാം. ഒരു കാര്യം ലക്ഷ്യം വെച്ചിറങ്ങിയാൽ അത് നേടിയെടുത്തിട്ടേ ഇളയ തമ്പുരാട്ടിക്ക് മടക്കയാത്രയുള്ളൂ.